السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പെരിമീറ്റർ ആൻഡ് ഏരിയ എന്ന പാഠമാണ് നാം ഇപ്പോൾ പഠിച്ചു വരുന്നത്. അതിൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, പെരിമീറ്റർ, അതുപോലെ ഒരു സ്ക്വയറിൻ്റെ ഏരിയ, പെരിമീറ്റർ എന്നിവ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് പഠിക്കാനുള്ളത് ട്രയാങ്കിൾസ് ആസ് പാർട്സ് ഓഫ് റെക്റ്റാങ്കിൾസ്. ട്രയാങ്കിളുകൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഭാഗങ്ങളായിട്ട് പരിഗണിക്കാൻ പറ്റും. നിങ്ങൾ ഇതിലൊരു ചിത്രം കാണുന്നുണ്ട്, 11.7. ആ ചിത്രം 5 സെൻറ്റിമീറ്റർ വീതിയും 8 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു റെക്റ്റാങ്കിളാണ്. അതിൻ്റെ നേർപകുതിയായിട്ട് മുറിച്ചു കൊണ്ടൊരു 2 ട്രയാങ്കിളുകൾ കാണാൻ പറ്റും. അപ്പോൾ ഒരു ട്രയാങ്കിളിനെ നമുക്ക് ഒരു റെക്റ്റാങ്കിളിൻ്റെ 2 ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 റെക്റ്റാങ്കിളുകൾ, ഈ റെക്റ്റാങ്കിളിൻ്റെ 2 ട്രയാങ്കിളുകൾ അവിടെ കാണാൻ പറ്റും. ആ ട്രയാങ്കിൾ രണ്ടും സെയിമാണ്, സെയിം സൈസാണ്, അതുപോലെ സെയിം ഏരിയയുമാണ്. ആ 2 ട്രയാങ്കിളിൻ്റെയും ഏരിയ രണ്ടും സെയിമാണ്. രണ്ടും കോൺഗ്രുവൻ്റ് ആണ്. രണ്ടും കോൺഗ്രുവൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, രണ്ടും ഒപ്പം വെച്ച് നോക്കിയാൽ ഒരേപോലെ നിൽക്കുന്നതാണ്. എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയെ നമുക്ക് പകുതിയാക്കിയാൽ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ് പഠിച്ചിട്ടുള്ളത്. അതിനെ പകുതിയാക്കിയാൽ നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ലഭിക്കും. അതാണ് ദി ഏരിയ ഓഫ് ഈച്ച് ട്രയാങ്കിൾ. 2 ട്രയാങ്കിൾ, ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളിലെ 2 ട്രയാങ്കിൾ കണ്ടു. ആ 2 ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഹാഫാണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ L ഇൻറ്റു B, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഹാഫ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഹാഫ് LB എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ 8 അതുപോലെ 5, 8 ലെങ്ത്തും അതുപോലെ ബ്രെഡ്ത്ത് 5 ആണ് പറഞ്ഞത്. അപ്പോൾ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 5, 8 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 40 ആണ്. 8 5 40. അപ്പോൾ 40/2, 40ൻ്റെ പകുതി 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിലുള്ള ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 40 ആണ്, അതിൻ്റെ പകുതിയാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, അപ്പോൾ ഇതൊരു റെക്റ്റാങ്കിളിൻ്റെ ഭാഗമായിട്ടാണ് നാം ഒരു ട്രയാങ്കിളിനെ കണക്കാക്കിയത്. ഇനി ഒരു സ്ക്വയറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ട്രയാങ്കിളിനെ കണക്കാക്കാം. ഫിഗർ 11.8 അവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടെ അതൊരു സ്ക്വയറാണ്. ആ സ്ക്വയറിനെ 4 ട്രയാങ്കിളുകളായിട്ട് ഒരേപോലെയുള്ള കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള 4 ട്രയാങ്കിളുകൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണോ അതിൻ്റെ 4/1 ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1/4 ഓഫ് ഏരിയ ഓഫ് ദി സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ 1/4 ആയിരിക്കും ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദി ഏരിയ ഓഫ് ഈച്ച് ട്രയാങ്കിൾ, ഓരോ ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് ഏരിയ ഓഫ് ദി സ്ക്വയർ. സ്ക്വയറിൻ്റെ ഏരിയയുടെ 1/4 ആണ്, 4/1. അപ്പോൾ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ള 5 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1/4 ഓഫ് 5 എന്ന് പറഞ്ഞാൽ 5/4 ചെയ്ത് നോക്കിയാൽ 6.25 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തത് ജനറലൈസിങ് ഫോർ അതർ കോൺഗ്രുവൻ്റ് പാർട്സ് ഓഫ് റെക്റ്റാങ്കിൾസ്. ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ
പാർട്സായിട്ട് നമ്മൾ കണ്ടെത്തിയത് 2 ട്രയാങ്കിളുകളാണ്. അതല്ലാതെ മറ്റു കോലങ്ങളിലൊക്കെ ഇതുപോലെ നമുക്ക് പാർട്ടുകൾ ഉണ്ടാക്കാവുന്നതാണ്. കോൺഗ്രുവൻ്റായിട്ട് തന്നെയുള്ള ഒരേപോലെയുള്ള റെക്റ്റാങ്കിളിൻ്റെ 2 പാർട്ടുകൾ ട്രയാങ്കിളായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി മറ്റൊരു രീതിയിൽ ആണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഫിഗർ 11.9 ഇവിടെ ഈ റെക്റ്റാങ്കിൾ തന്നിട്ടുള്ളത് അതിൻ്റെ വീതി 4 സെൻറ്റിമീറ്ററും അതുപോലെ നീളം 6 സെൻറ്റിമീറ്ററുമാണ്. അതിനെ ഈക്വലായിട്ട് EF എന്ന് പറയുന്ന ഒരു ലൈന് കൊടുത്തിട്ട് അതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ആ റെക്റ്റാങ്കിൾ കട്ട് ചെയ്തപ്പോൾ രണ്ടും ഈക്വലായിട്ടുള്ള ഭാഗങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ആണല്ലോ, ഈക്വലായിട്ടുള്ള എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തും 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ടാണ് അതിൻ്റെ വര EF എന്ന ലൈന് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഈക്വലായിട്ടാണ് വന്നിട്ടുള്ളത്. ആ രണ്ടും ഇതേപോലത്തെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഇതേപോലെ ഒരു കട്ട് അവിടെ കൊടുത്തിട്ട് അതിനെ മുറിച്ചെടുത്തിട്ട് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചിട്ട് ഒരേപോലെയുള്ള 2 ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് ഒപ്പം വെക്കാൻ പറ്റിയ കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള 2 ഭാഗങ്ങളായിട്ട് അതിനെ കാണാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ മൊത്തം റെക്റ്റാങ്കിളിൻ്റെ ഹാഫ് ആയിരിക്കും. ദെർഫോർ ദി ഏരിയ ഓഫ് ഈച്ച് കോൺഗ്രുവൻ്റ് പാർട്ട്, കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള റെക്റ്റാങ്കിളൊന്നുമല്ല, കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ആ ഓരോ പാർട്ടിൻ്റെയും ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിളിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 6 × 4 ആണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ 6 × 4 എന്ന് പറഞ്ഞാൽ 24 ആണ്. 24ൻ്റെ ഹാഫാണ് ഒരു പാർട്ടിന് ഉണ്ടാവുക. അപ്പോൾ 24/2 12 സെൻറ്റിമീറ്റർ ആയിരിക്കും ഒരു പാർട്ടിൻ്റെ ഏരിയ. ഓക്കെ, ഇനി ഏരിയ ഓഫ് എ പാരലലോഗ്രാം. പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 4 ഭാഗങ്ങളുള്ള ഒരു ഫിഗറാണ്. 4 ഭാഗങ്ങളുള്ളൊരു ഫിഗർ. ആ 4 ഭാഗങ്ങളും അതിൻ്റെ 2 പാർട്സ്, 4 ഭാഗം എന്ന് പറഞ്ഞാൽ 4 മൂല. അപ്പോൾ അതിൻ്റെ 2 പാർട്സ് പാരലലായിരിക്കും. പാരലൽ എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഇപ്പുറത്തേക്കും ഒരേപോലെ ഒരേ ആംഗിളിൽ പോകുന്നതിനാണ് പാരലൽ എന്ന് പറയാം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ വിശദീകരിക്കണില്ല. 2 പാർട്ട് പാരലലായിരിക്കും. അപ്പോൾ ഈ പാരലലോഗ്രാമിൻ്റെ 2 ലെങ്ത്ത് രണ്ടും സെയിം, 2 ലെങ്ത്തും സെയിം മെഷർമെൻറ്റും ആയിരിക്കും, അതുപോലെ സെയിം ആംഗിളും ആയിരിക്കും എന്നതുപോലെ അതിൻ്റെ ബ്രെഡ്ത്തും. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ അതൊരു പാരലലോഗ്രാം തന്നെയാണ്. കാരണം അത് 2 ഭാഗങ്ങളും അതിൻ്റെ 90 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. അതുപോലെ അതിൻ്റെ മെഷറും സെയിം ആയിരിക്കും. 4 സെൻറ്റിമീറ്റർ വീതിയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള വീതിയും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുപോലെ രണ്ടും 90 ഡിഗ്രിയിലായിരിക്കും നിൽക്കുക. ഇതുപോലെ തന്നെ 90 ഡിഗ്രി ആവണമെന്നില്ല. രണ്ടും 4 സെൻറ്റിമീറ്റർ ആണെങ്കിലും 90 ഡിഗ്രി അല്ലാതെ ചെരിഞ്ഞിട്ടും വരാം. ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ, സാധാ ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് കരുതാം. വരയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാവാം. ഇവിടെ 6 സെൻറ്റിമീറ്റർ അതുപോലെ 4 സെൻറ്റിമീറ്റർ, ഇത് രണ്ടും ഒരേ ലെങ്ത്താണ് 4 സെൻറ്റിമീറ്റർ. അതുപോലെ ഇവ രണ്ടും ഒരേ ലെങ്ത്താണ്. ഒക്കെ രണ്ടും ഇപ്പോൾ 4 സെൻറ്റിമീറ്ററിലെ 2 ഭാഗവും 90 ഡിഗ്രിയാണ് നിൽക്കുന്നത്. അതുപോലെ 6 സെൻറ്റിമീറ്ററുള്ള 2 ഭാഗവും 90 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. ഇനി ഇത് മറ്റൊരു കോലത്തിൽ വരച്ചാൽ 4 ഡിഗ്രി ചെരിച്ചു വരച്ചു, ഒരേ ആംഗിളിൽ ചെരിച്ചു വരച്ചു. അതുപോലെ 6 ഡിഗ്രിയും ഒരേ ആംഗിളിൽ ചെരിച്ചു വരും. അങ്ങനെയാണെങ്കിലും ഇതും പാരലലോഗ്രാമാണ്. കാരണം രണ്ടും പാരലലായിട്ടാണ് നിൽക്കുന്നത്, ഒരേ ആംഗിളിൽ തന്നെയാണ് നിൽക്കുന്നത്, ഒരേ മെഷർമെൻറ്റും തന്നെയാണ്. അപ്പോൾ ഇതും പാരലലോഗ്രാമാണ് എന്നർത്ഥം. അപ്പോൾ പാരലലോഗ്രാമും റെക്റ്റാങ്കിളും തമ്മിൽ വ്യത്യാസമുണ്ട്. പാരലലോഗ്രാമിൽ പെട്ടതാണ് റെക്റ്റാങ്കിൾ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് പാരലലോഗ്രാമിൻ്റെ ഏരിയയാണ് ഇവിടെ പറയുന്നത്. ഏരിയ ഓഫ് എ പാരലലോഗ്രാം.
അപ്പോൾ അതിന് ചെറിയൊരു ആക്ടിവിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. അവിടെ ഫിഗർ 11.10 നിങ്ങൾ നോക്കുക. ആ ആക്ടിവിറ്റിയിൽ ഒരു പാരലോഗ്രാം, അതിൽ 1 കൊടുത്തത് ഒരു പാരലോഗ്രാമാണ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്യാം. കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മൂലയിൽ നിന്ന് മറ്റതിൻ്റെ അടിയിലേക്ക് ഒരു പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈന് വരച്ചിട്ട് കട്ട് ചെയ്യാം. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിലായിട്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇത് ഒരു പാരലോഗ്രാമാണ്. ഇതിൻ്റെ ഒരു മൂല വേർട്ടെക്സ് ABCD എന്നാണെങ്കിൽ എ എന്ന പോയിന്റിൽ നിന്ന് നേരെ പെർപെൻഡിക്കുലറായി, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി എന്നാണ് അർത്ഥം. 90 ഡിഗ്രിയിൽ താഴേക്കൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ഭാഗം കട്ട് ചെയ്യാം. ഇപ്പുറത്തേക്കുള്ള ഭാഗം, ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ഈ ഭാഗം നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി വെക്കുക. ഈ ഭാഗം നേരെ അപ്പുറത്ത് കൊണ്ടുപോയി വെച്ചാൽ ഇതൊരു റെക്റ്റാങ്കിളായി മാറി. പാരലോഗ്രാം മാറിയിട്ട് ഒരു റെക്റ്റാങ്കിളായി മാറി. അപ്പോൾ ഇവിടെ ഏരിയ കൂടുന്നേ ഇല്ല. ഏരിയ ഇവിടെ കൂടുന്നേ ഇല്ല. ഒരേ ഏരിയ ആയിരിക്കും. ഈ പാരലോഗ്രാമും ആ പാരലോഗ്രാമിനെ മാറ്റിയിട്ടൊരു റെക്റ്റാങ്കിളാക്കി മാറ്റി ആ റെക്റ്റാങ്കിളും ഒരേ ഏരിയ ആയിരിക്കും. അപ്പോൾ സെയിം ഏരിയ ആണ്. അപ്പോൾ റെക്റ്റാങ്കിളും അതുപോലെ ഈ പാരലോഗ്രാമും ഒരേ ഏരിയ ആണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? L/B ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇവിടെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ഭാഗമാണ്. അതാണ് പാരലോഗ്രാമിലെ ബേസ് എന്ന് പറഞ്ഞാൽ, ബേസ്. പിന്നെ റെക്റ്റാങ്കിളിലെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ അതാണ് പാരലോഗ്രാമിലെ ഹൈറ്റ്. അപ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ B/H. ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നേരെ പെർപെൻഡിക്കുലറായിട്ട് മറ്റേ ലൈനിലേക്ക് വരുന്ന ആ അളവിനാണ് ഹൈറ്റ് എന്ന് പറയാം. അതായിരിക്കും ഈ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ B/H അതാണ് പാരലോഗ്രാമിൻ്റെ ഏരിയ. ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഏരിയ ഓഫ് എ പാരലോഗ്രാം ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ. നമുക്ക് പാരലോഗ്രാം മുറിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തേക്ക് വെച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കി. ആ റെക്റ്റാങ്കിളും ഈ പാരലോഗ്രാം ഒരേ ഏരിയയാണ്. അപ്പോൾ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അത് പാരലോഗ്രാമിലേക്ക് വരുമ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നാണ് ആവുക. ഓക്കെ, അതാണ് ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഈ ചിത്രങ്ങളിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ABCD ADCB എന്ന് പറയുന്ന ABCD എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം കാണുന്നുണ്ട്. അവിടെ ഡിയിൽ നിന്ന് ഇയിലേക്ക് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരച്ചു. അതാണ് ഇവിടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ താഴെയുള്ള AB എന്ന ഭാഗമാണ് ബേസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി പാരലോഗ്രാം ഒരേ ഏരിയ ഉണ്ടാകാം, പക്ഷേ അതിൻ്റെ പെരിമീറ്റർ വ്യത്യാസപ്പെടും. അങ്ങനെ പല കോലത്തിലുണ്ടാവും. ഏരിയ സെയിമും പാരലോഗ്രാം ഏരിയ സെയിമും അതിൻ്റെ പെരിമീറ്റർ വ്യത്യാസപ്പെടും. അതുപോലെ ചില പാരലോഗ്രാം അതിൻ്റെ പെരിമീറ്റർ സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഏരിയ വ്യത്യാസപ്പെടും. ഉദാഹരണത്തിന് നിങ്ങൾ ഈ ചിത്രം കാണുന്നുണ്ടാവും. 4 പാരലോഗ്രാം ഉണ്ട്. അതിൻ്റെ പെരിമീറ്റർ സെയിമാണ്. കാരണം ഒരു ഭാഗം 5ഉം മറ്റൊരു ഭാഗം 7ഉം.
അങ്ങനെ അതിൻ്റെ പെരിമീറ്റർ 4 പാരലോഗ്രാമിൻ്റെയും പെരിമീറ്റർ സെയിം ആണ്. കാരണം 7 × 2 14, 5 × 2 10, 14 + 10 24 ഇതിൻ്റെ പെരിമീറ്റർ. പക്ഷേ ഇതിൻ്റെ ഏരിയ വ്യത്യാസമുണ്ട്. കാരണം ഓരോന്നിൻ്റെയും ഹൈറ്റ് അനുസരിച്ചാണ് അതിൻ്റെ ഏരിയ വരിക. ഹൈറ്റ് ഇൻറ്റു ബേസ് എന്നാണല്ലോ. അപ്പോൾ ഒന്നാമത്തേൽ ഹൈറ്റ് 2.5 ആണ്, രണ്ടാമത്തേൽ 3 ആണ്, മൂന്നാമത്തേൽ 3.5 ആണ്, നാലാമത്തേൽ 4 ആണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഏരിയ വ്യത്യാസപ്പെടും. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദി പാരലോഗ്രാം ചിലപ്പോൾ എന്താവും ഡിഫറൻറ്റ് ഏരിയാസും അതുപോലെ ഈക്വൽ പെരിമീറ്ററും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പാരലോഗ്രാംസ് ഹാവ് ഡിഫറൻറ്റ് ഏരിയാസ് ബട്ട് ഈക്വൽ പെരിമീറ്റേഴ്സ്. അപ്പോൾ ഇതാണ് പാരലോഗ്രാമിൻ്റെ ഏരിയയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ, ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടിയാൽ അതിനെ നമുക്ക് ഒരു അതുപോലത്തെ ഒരു ട്രയാങ്കിൾ തൊട്ടപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാരലോഗ്രാം ആക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാനിപ്പോൾ വരച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ട്രയാങ്കിൾ അപ്പുറത്ത് വരച്ചു കഴിഞ്ഞാൽ അതൊരു പാരലോഗ്രാമായി. അപ്പോൾ ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയയുടെ ഹാഫായിരിക്കും ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ. ഏരിയ ഓഫ് ഈച്ച് ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ചിത്രത്തിൽ ABC എന്ന ഒരു ട്രയാങ്കിൾ. അതേപോലെ തന്നെയാണ് DEF എന്നൊരു ട്രയാങ്കിളും ഇവിടെ കാണാം. ഇത് രണ്ടും യോജിപ്പിച്ചിട്ട് ACBF എന്ന ഒരു പാരലോഗ്രാമാണ് ഇവിടെ വരച്ചിട്ടുള്ളത് 11.14. അപ്പോൾ ഇതിലെ ഒരു ട്രയാങ്കിൾ, ഉദാഹരണത്തിന് ACB അല്ലെങ്കിൽ AFD, ഇതിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഏരിയ ഓഫ് പാരലോഗ്രാം. ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയയുടെ ഹാഫായിരിക്കും. ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ നാം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്, BH എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഹാഫ്, ഇപ്പോൾ ഹാഫ് ഇൻറ്റു BH, ഹാഫ് BH, ഷോർട്ടായിട്ട് ഹാഫ് BH എന്ന് പറയാം. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH എന്നാണ് പറയാം. ഓക്കെ, ഇനി മറ്റൊരു യാഥാർത്ഥ്യം 11.15 എന്നൊരു ചിത്രം, ഫിഗർ 11.15. ഇതിൽ 4 തരത്തിലുള്ള ട്രയാങ്കിളുകൾ കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് സെയിമാണ്, 6 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ അതിൻ്റെ ഹൈറ്റും സെയിം ആയിരിക്കും. കാരണം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന 90 ഡിഗ്രിയിൽ വരുന്നതിനാണ് ഹൈറ്റ് എന്ന് പറയുക. അപ്പോൾ ഇതിലുള്ള ഓരോ ട്രയാങ്കിളിൻ്റെയും ഹൈറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഓരോ ട്രയാങ്കിളിൻ്റെയും ഏരിയ സെയിമാണ്. കാരണം അതിൻ്റെ ബേസും ഹൈറ്റും നോക്കിയിട്ടാണ്. ബേസിൻ്റെയും ഹൈറ്റിൻ്റെയും ഹാഫാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബേസും ഹൈറ്റും, ഓരോ ട്രയാങ്കിളിൻ്റെയും ബേസും ഹൈറ്റും സെയിം ആണെങ്കിൽ അതിൻ്റെ ഏരിയയും സെയിം ആയിരിക്കും. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഓരോ ട്രയാങ്കിളിൻ്റെയും ഏരിയ സെയിം ആണെങ്കിലും അവയൊന്നും കോൺഗ്രുവൻ്റ് അല്ല. ഒരു ട്രയാങ്കിൾ മറ്റൊരു ട്രയാങ്കിളിൻ്റെ മുകളിൽ വെച്ചാൽ കോൺഗ്രുവൻ്റ് ആയിട്ട് ഈക്വലായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ ഏരിയ സെയിം ആണ് താനും, പക്ഷേ അതിൻ്റെ ഭാഗങ്ങൾ നോക്കിയാൽ ഒറ്റൊന്നും കോൺഗ്രുവൻ്റ് ആയിട്ട് നമുക്ക് കാണാനും പറ്റില്ല. അപ്പോൾ മനസ്സിലാക്കുക, ആൾ ദി കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ഇൻ ഏരിയ. എല്ലാ കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിളുകളും ഒരേ ഏരിയ ആയിരിക്കും. പക്ഷേ ബട്ട് ദി ട്രയാങ്കിൾസ് ഈക്വൽ ഇൻ ഏരിയ, ഈക്വൽ ഏരിയ ഉള്ള ഓരോ ട്രയാങ്കിളുകളും നീഡ് നോട്ട് ടു ബി കോൺഗ്രുവൻ്റ്, എല്ലാം കോൺഗ്രുവൻ്റ് ആയിരിക്കണമെന്നില്ല. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പീരീഡിന് നിങ്ങൾ അടുത്ത എക്സസൈസ് നിങ്ങൾ എഴുതി വരും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.